റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റോബ്കോവാണ് ഐക്യരാഷ്ട്രസഭാ പരിശോധക സംഘത്തിന്റെ റിപ്പോർട്ടിനെ നിശിതമായി വിമർശിച്ചത്. റിപ്പോർട്ട് പക്ഷപാതപരമാണ്. ഇതിൽ തങ്ങൾ നിരാശരാണെന്നും റോബ്കോവ് പറഞ്ഞു. നേരത്തെ സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദുമായി റോബ്കോവ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിപക്ഷ സഖ്യമാണ് രാസായുധം പ്രയോഗിച്ചതെന്ന് ആരോപിച്ച റോബ്കോവ് ഇതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്നും അവകാശപ്പെട്ടു. ഇവ UN രക്ഷാസമിതിക്ക് കൈമാറുമെന്ന് പിന്നീട് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ സരിൻ വാതകം പ്രയോഗിച്ചത് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആരാണ് രാസായുധം പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നില്ല. അസദ് സൈന്യമാണ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ടിലെ തെളിവുകൾ സൂചിപ്പിക്കുന്നതായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവർ ആരോപിച്ചിരുന്നു. അതേസമയം സിറിയക്കെതിരായ സൈനിക നടപടി അടഞ്ഞ അധ്യായമല്ലെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ആൻഡേഴ്സ് ഫോഗ് അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. സിറിയയെ സഹായിക്കുന്ന റഷ്യൻ ബാങ്കുകൾക്കെതിരെ ഉപരോധം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് US സെനറ്റർമാർ ട്രഷറിക്ക് കത്ത് നൽകി. ആരോപണം റഷ്യൻ ബാങ്കുകൾ തള്ളി. ഇതിനിടെ അമേരിക്കയുടെ മുൻ അറ്റോർണി ജനറൽ റംസി ക്ലർക്ക് ചില അമേരിക്കൻ മാധ്യമപ്രവർത്തകരോടൊപ്പം അസദുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്